നമസ്കാരം. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇറാൻ എന്ന രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ ദൗത്യമായി അവർ ഏറ്റെടുത്തിരിക്കുന്നത് ഇസ്രായേലിൻ്റെ നാശമാണ്. ഏറിയാൽ 25 വർഷം കൂടി മാത്രം ഇസ്രായേലിന് ആയുസുള്ളൂ എന്നാണ് ഇറാൻ്റെ പ്രവചനം. ഇത്തരത്തിൽ ഇവർ തമ്മിലുള്ള സംഘർഷം തുടരുമ്പോൾ ഇടത് ഇസ്ലാമിക പ്രൊഫൈലുകളിലൂടെ ഓടിച്ചുപോയാൽ നാം കാണുന്നത് ഇറാൻ്റെ മുമ്പിൽ മുട്ടുവിറയ്ക്കുന്ന ഇസ്രായേലിനെയും അമേരിക്കയുമാണ്. നമുക്ക് നമ്മുടെ നാടൻ ഭാഷയിൽ തള്ളെന്ന് പറയാം. ഇന്നലെ വരെ അവർ തള്ളിക്കൊണ്ടിരുന്നു. ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ ഇറാന് കെൽപ്പുണ്ട്, ഇറാന് മുൻപിൽ ഇസ്രായേൽ മുട്ടുവിറയ്ക്കുന്നു, അമേരിക്ക പേടിച്ച് പിൻവാങ്ങിയിരിക്കുന്നു, ഇസ്രായേലിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചരണവും പ്രവചനവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇറാനെ ആക്രമിക്കും എന്ന് പറഞ്ഞിട്ടും ഇസ്രായേൽ അതിന് ധൈര്യം കാണിക്കാത്തത്? അങ്ങനെ ശ്രമിച്ചാൽ പിന്നെ ഇസ്രായേൽ ഭൂമുഖത്തുണ്ടാവില്ല എന്ന് പറഞ്ഞ് നമ്മുടെ അടുപ്പൂട്ടി ചർച്ചക്കാർ എത്രയോ തവണ ചർച്ച നടത്തിയിരിക്കുന്നു. അങ്ങനെ പ്രൊഫൈൽ പിന്തുടരുന്നവർ മനസ്സിലാക്കുന്നത് ഇസ്രായേൽ ഇല്ലാതാകും, ഇറാൻ ലോകത്തെ നിയന്ത്രിക്കുമെന്നാണ്. എക്കാലത്തും ഇവരിങ്ങനെയാണ്. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് അവരെഴുതുന്നത് ഇസ്രായേൽ സർവനാശത്തിൻ്റെ വക്കിലെന്നാണ്. ഇങ്ങനെ രാവിലെയും വൈകുന്നേരവും ഇസ്രായേലിൻ്റെ നാശത്തെക്കുറിച്ച് പ്രവചിച്ചിരുന്നവർ, ഇറാൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് പറഞ്ഞിരുന്നവർ പൊടുന്നനെ നേരം വെളുത്തപ്പോൾ അവരുടെ രീതി മാറ്റിയിരിക്കുന്നു. ഇന്നിപ്പോൾ ഇരവാദമാണ്, മോങ്ങലാണ്, സങ്കടമാണ്. ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ, അമേരിക്കൻ അധിനിവേശത്തിനെതിരെ പൊട്ടിക്കരയുകയാണ്. ഇന്നലെ വരെ ഇറാനെതിരെ ഒന്നും ചെയ്യാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ധൈര്യമില്ല എന്ന് ഗീർവാണമടിച്ചിരുന്നവർ, തള്ളിക്കൊണ്ടിരുന്നവർ ഇന്ന് എന്തിനാണ് ഇങ്ങനെ വിലപിക്കുന്നത് എന്ന് മാത്രം പിടികിട്ടുന്നില്ല. ഇസ്രായേലിനെയും അമേരിക്കയും നേരിടാൻ ചങ്കൂറ്റമുണ്ടെങ്കിൽ നേരിടണം. അതിനുവേണ്ടി ശ്രമിക്കുന്നതിൽ ഇറാനെ അഭിനന്ദിക്കുന്നു. വെനസ്വേലയെ പോലെ ചെറുത്തു നിൽക്കാതെ തോൽവി സമ്മതിക്കാതിരുന്നത് നല്ലത് തന്നെ. പക്ഷേ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെ മുമ്പിൽ ഇറാന് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. ഇപ്പോഴിതാ അതുകൊണ്ട് കണ്ണീരും വിലാപവും ആരംഭിച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ കടന്നു കയറി ആക്രമണം നടത്തിയപ്പോൾ ഇവർ പറഞ്ഞതും, പിന്നീട് ഇസ്രായേൽ തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോൾ വിലപിക്കാൻ തുടങ്ങിയതും. ഹമാസ് കടന്നു കയറിയപ്പോൾ എന്തൊരാഹ്ലാദമായിരുന്നു. യൂത കൂട്ടക്കൊലയിൽ ഇവർ ആഹ്ലാദചിത്തരായി. ഇസ്രായേലിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവർ മുദ്രാവാക്യം വിളിച്ചു. തിരിച്ച് ഹമാസിനെ ആക്രമിക്കാൻ ഇസ്രായേൽ രംഗത്തിറങ്ങിയപ്പോൾ കുട്ടികളുടെ പേര് പറഞ്ഞ് വിലാപം ആരംഭിച്ചു. ഇതേ വിലാപം തന്നെയാണ് ഇപ്പോൾ എല്ലായിടത്തും കാണുന്നത്. ഖമനായി കൊല്ലപ്പെട്ടതിന് ശേഷമുള്ള മാധ്യമ ദിനപത്രമാണ്. അവരെങ്ങനെ എഴുതുന്നു? അധിനിവേശത്തിനെതിരെ ഈറൻ ബലി, ഖംനീയ്ക്ക് വിട, തണലറ്റ് ഇറാൻ. വിട വാങ്ങിയത് ഏറ്റവും ധീരനായ സാമ്രാജ്യത്വ വിരുദ്ധ നായകരിൽ ഒരാൾ. കുടുംബാംഗങ്ങളും ഉന്നത ഇറാൻ ഭരണാധികാരികളും കൊല്ലപ്പെട്ടു. ഇസ്രായേലിൽ ഗൾഫ് നാടുകളിലും US താവളങ്ങളിലേക്കും ഇറാന്റെ തിരിച്ചടി. ഇസ്രായേലിൽ 8 മരണം. പാകിസ്ഥാനിലെ US കോൺസുലേറ്റ് ആക്രമിച്ചു ജനം. വെടിവയ്പിൽ 9 മരണം. ഏറ്റവും കടുത്ത ശിക്ഷ നൽകും എന്നൊക്കെ പറഞ്ഞ് പോവുക. പിന്നെ ഗൾഫ് രാജ്യങ്ങളിൽ തുടരാക്രമണം. ഒമാൻ തുറമുഖത്തും എണ്ണക്കപ്പലിനും നേരെ ആക്രമണം. 5 പേർക്ക് പരിക്ക്. UAEയിൽ 3 മരണം. ഇങ്ങനെ സഹതാപത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഒക്കെ വാർത്തകൾ നിറയുന്നു. ഇതിനെയും കടത്തിവെട്ടുന്ന സഹതാപ കഥയാണ് സമസ്തയുടെ സുപ്രഭാതത്തിൽ. ആക്രമണവും പ്രത്യാക്രമണവും. ഖംനി കൊല്ലപ്പെട്ടു, തിരിച്ചടി കനപ്പിച്ച് ഇറാൻ. കൊല്ലപ്പെട്ടവരിൽ ഇറാൻ പ്രതിരോധ മന്ത്രി അസീസ് നസീർസാദയും. ഇസ്രായേൽ കൂടുതൽ മരണങ്ങൾ. തെല്ലവിവിൽ തുടർ സ്ഫോടനം. US സൈന്യത്തിന് വൻ നാശം. 3 സൈനികർ കൊല്ലപ്പെട്ടു. USS എബ്രാഹിം ലിങ്കൺ കപ്പൽ നേരെ ആക്രമണം. ഒമാനിൽ ഇന്ത്യക്കാരുടെ എണ്ണക്കപ്പലും ദുഃഖം തുറമുഖവും ആക്രമിക്കപ്പെട്ടു. ഇറാൻ മുൻ പ്രസിഡന്റ് നജാദ് കൊല്ലപ്പെട്ടത് റിപ്പോർട്ട്. ഇങ്ങനെ 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 ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്ക് പിടികിട്ടുന്നേയില്ല എന്തിനാണ് ഇവർ ഇങ്ങനെ വിലപിക്കുന്നതെന്ന്. എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല. ഇസ്രായേലിനെയും അമേരിക്കയും ഇല്ലാതാക്കും, ഇസ്രായേലിനെ അധികകാലം ഇനി ആയുസില്ല എന്ന് പറയുന്ന ഇവർ എന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന്. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇറാനെ തീർക്കാൻ ഇറങ്ങിയത് എന്നെങ്കിലും മനസ്സിലാക്കുക. ഇസ്രായേൽ ഇല്ലാത്ത ഭൂപടമാണ് ഇറാൻ്റെ സ്വപ്നം. അത് രഹസ്യമല്ല, പരസ്യമായി തന്നെ പ്രഖ്യാപിച്ച് അതിനുള്ള കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം. അതുവരെ കാത്തിരിക്കാൻ ഇസ്രായേലിന് ക്ഷമയില്ലായിരുന്നു. അങ്ങനെ കാത്തിരുന്നാൽ ഇസ്രായേൽ ജനത അണുബോംബിൽ തകർന്നാൽ ആരുണ്ട് ചോദിക്കാൻ? ഇവിടെ ഇപ്പോൾ കരയുന്നവരൊക്കെ ആഹ്ലാദ നൃത്തം ചവിട്ടും. അതുകൊണ്ട് ഇസ്രായേൽ ജനതയുടെ ജീവൻ രക്ഷിക്കാൻ കടുത്ത നിലപാടെടുക്കേണ്ടി വന്നു അമേരിക്കയ്ക്കും ഇസ്രായേലിനും. അതിനെങ്ങനെ അവരെ പഴി പറയാൻ പറ്റും? അവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട ബാധ്യത അവർക്കില്ലേ? ഇറാന് വേണ്ടി കണ്ണീരൊഴുക്കുന്നവർ മറന്നുപോകുന്ന ഒരു സംഗതിയുണ്ട്. ഇസ്രായേലിനെ
ഭൂപടത്തിൽ നിന്നും നീക്കം ചെയ്യും എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ രാജ്യം ആണവായുധം നിർമ്മിച്ചാൽ ഇസ്രായേൽ മാത്രമല്ല അറബ് രാജ്യങ്ങളൊക്കെയും ഇല്ലാതാകും. അതുകൊണ്ടാണ് UAEയും സൗദി അറേബ്യയും എന്തിനേറെ ഖത്തറും പോലും ഈ യുദ്ധത്തിൽ അമേരിക്കയും ഇസ്രായേലിനെയും പിന്തുണയ്ക്കുന്നത്. മലയാളികൾ ജോലി ചെയ്യുന്നത് ഇറാനിലല്ല, അവർ UAEയിലും സൗദി അറേബ്യയിലും ബഹ്റൈനിലും കുവൈറ്റിലും ഒമാനിലും ഖത്തറിലുമൊക്കെയാണ്. ആ രാജ്യത്ത് പണിയെടുക്കുന്ന മലയാളികളോട് അല്പമെങ്കിലും കൂറും സ്നേഹവും ഉണ്ടെങ്കിൽ, അവരവിടെ സ്വസ്ഥമായി പണിയെടുത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇറാനെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. മലയാളിയുടെ മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്ന മിഥ്യാധാരണയാണ് ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ നിലപാടെടുത്താൽ മാത്രമേ മുസ്ലിം ജനതയുടെ പ്രീതി ഉണ്ടാവൂ എന്ന്. എന്നാൽ വാസ്തവം അതല്ല. നമ്മൾ ആശ്രയിക്കുന്ന ഇസ്ലാമിക രാജ്യം ഇറാനല്ല, മറ്റ് രാഷ്ട്രങ്ങളാണ്. ആ രാഷ്ട്രങ്ങൾക്കെതിരെയാണ് ഇറാൻ ആക്രമണം നടത്തുന്നത്. ആ രാഷ്ട്രങ്ങളാണ് ഇസ്രായേലിനെയും അമേരിക്കയും പിന്തുണയ്ക്കുന്നത്. അവരാണ് ഇറാൻ്റെ നാശത്തിന് വേണ്ടി പ്രയത്നിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അന്നം നൽകുന്ന രാജ്യങ്ങളോടായിരിക്കണം നമ്മുടെ കൂറെ. അതായത് സൗദിയോടും ഖത്തറിനോടും UAEയോടും ബഹ്റൈനോടും കുവൈറ്റിനോടുമൊക്കെ ആയിരിക്കണം നമ്മുടെ കൂറെ, അല്ലാതെ ഇറാനോടായിരിക്കാൻ പാടില്ല. മാത്രമല്ല, ഒരു വ്യക്തിയോ ഒരു പ്രസ്ഥാനമോ ഒരു രാജ്യമോ മറ്റൊരു വ്യക്തിയെയോ പ്രസ്ഥാനത്തെയോ രാജ്യത്തെയോ ഇല്ലാതാക്കും എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത് അതിനുവേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരുന്നാൽ പ്രതിരോധം എന്ന നിലയിൽ അത് തടയാൻ ആരാണോ ഇരയാകാൻ സാധ്യതയുള്ളത് അവർ നടപടിയെടുക്കും. അത് മാത്രമാണ് ഇസ്രായേൽ ചെയ്തിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ നാശം സ്വപ്നം കണ്ടുകൊണ്ട് അത് പരസ്യമായി പ്രഖ്യാപിച്ച് ഇറാൻ മുമ്പോട്ട് പോകുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സജീവൻ അന്തിക്കാടിൻ്റെ ഈ കുറിപ്പ് കേൾക്കുന്നത് ഉചിതമായിരിക്കും. ഇങ്ങനെ ന്യായീകരിച്ച് നടക്കുന്ന ആളുകളിൽ എത്ര പേർക്ക് താഴെ കാണിച്ചിട്ടുള്ള ഈ എഴുത്തിൻ്റെ അർത്ഥം മനസ്സിലാകും എന്നറിയില്ല. പിന്നെ അറബിയിൽ ഒരു വാക്കാണ്. ഇതിൻ്റെ അർത്ഥം ഭീകരതയെ വിളിച്ചോതുന്നു. അടുത്ത 25 വർഷത്തിനുള്ളിൽ ഇസ്രായേൽ നശിപ്പിക്കപ്പെടും. ഇതാണ് അതിൻ്റെ അർത്ഥം. ഇത് ഏതെങ്കിലും കുളിമുറിക്കുള്ളിലല്ല എഴുതി വച്ചിട്ടുള്ളത്. ടെഹ്റാനിലെ പലസ്തീൻ സ്ക്വയറിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു കൗണ്ട് ഡൗൺ ക്ലോക്ക് ഉണ്ട്, ഡൂംസ്ഡേ ക്ലോക്ക്. ആ ക്ലോക്കിന് മുകളിലായി വലിയ അക്ഷരത്തിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇത് ഇസ്രായേലികൾക്ക് മനസ്സിലാകാൻ ഹീബ്രു ഭാഷയിലും അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഈ ക്ലോക്കിൽ ഡിജിറ്റൽ കൗണ്ട് ഡൗൺ ഡിസ്പ്ലേ ഉണ്ട്. ക്ലോക്കിൻ്റെ പ്രധാന ഭാഗത്ത് സെക്കൻഡുകൾ ഉൾപ്പെടെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഡിജിറ്റൽ ടൈമറുണ്ട്. ഇത് 2040 ഒരു നിശ്ചിത തീയതി ലക്ഷ്യമാക്കിയാണ് പിന്നിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ എന്ന രാജ്യം ഭൂമുഖത്തു നിന്ന് അപ്രത്യക്ഷമാകാൻ ഇനി എത്ര ദിവസങ്ങളും മണിക്കൂറുകളും ബാക്കിയുണ്ട് എന്ന് ഇത് കാണിച്ചു തരും. അയത്തുള്ള അലി ഖൊമേനി 2015 25 വർഷത്തിനുള്ളിൽ ഇസ്രായേലിനെ നശിപ്പിക്കും എന്ന പ്രഖ്യാപനം നടത്തിയത്. അത് ഉറപ്പിക്കാനാണ് ഈ ക്ലോക്ക്. ആ പ്രസംഗത്തിലെ വരികൾ പലപ്പോഴും ഈ ക്ലോക്കിന് സമീപം ബോർഡുകളിൽ പ്രദർശിപ്പിക്കാറുണ്ട്. ദൈവഹിതമനുസരിച്ച് അടുത്ത 25 വർഷത്തിനുള്ളിൽ സയനിസ്റ്റ് ഭരണകൂടം എന്നൊന്ന് ഈ ഭൂമിയിൽ അവശേഷിക്കുകയില്ല. ഇതാണ് പ്രസംഗവാചകം. ഇനി പറയൂ, ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ നാശമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് ഡിക്ലെയർ ചെയ്ത് ക്ലോക്കും പിടിച്ച് നടക്കുന്നുണ്ടോ? ഇറാൻ അതും ചെയ്തു. ഇങ്ങനെ ഡിക്ലെയർ ചെയ്ത് വെറുതെ ഇരിക്കുകയല്ല, അണുബോംബ് നിർമ്മിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇസ്രായേലിന് നോക്കിയിരിക്കാൻ കഴിയുക? ഇസ്രായേലിൻ്റെ കാര്യം പോട്ടെ, ശ്രീലങ്കയ്ക്ക് പോലും പറ്റുമോ? എല്ലാവരും കൂടി നനച്ചിരിക്കാത്ത ദിവസം ചാകുന്നതിലും ഭേദം പടവെട്ടി മരിക്കുകയല്ലേ എന്ന് ഏത് ചാവാലി മനുഷ്യനും ചിന്തിക്കും. ഇസ്രായേൽ ശക്തരായതുകൊണ്ട് ഖൊമേനിയെ കൊന്നു, അത്ര തന്നെ. അറിയാതെ ഖൊമേനി ഭക്തരായി പോയ കുറേ ആളുകൾ നമുക്കിടയിലുണ്ട്. അവരറിയാൻ വേണ്ടി ഒരു കാര്യം കൂടി പറയാം. ഇസ്രായേലിൻ്റെ ദേശീയ പതാക ഏറ്റവും കൂടുതൽ പ്രിന്റ് ചെയ്യുന്നത് ആരാണെന്നറിയാമോ? ഏതൊരു രാജ്യത്തിൻ്റെ ദേശീയ പതാക അടിക്കുന്നത് അതേ രാജ്യം തന്നെയായിരിക്കും. എന്നാൽ ഇസ്രായേലിൻ്റെ പതാക കൂടുതൽ പ്രിന്റ് ചെയ്യുന്നത് ഇറാനാണ്. എന്തിനാണെന്നറിയാമോ? ചവിട്ടിത്തേച്ച് ഉപയോഗിക്കാൻ. സ്കൂളുകളിലും കോളേജുകളിലും ഗവൺമെൻറ് ഓഫീസുകളിലും താഴെ വിരിച്ചിട്ടിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ പതാക. സുഹൃത്തുക്കളെ, ഏതോ വഴിയിലൂടെ പോകേണ്ടി വരുന്ന മിസൈലുകളെ മാടി വിളിച്ച് തലയ്ക്ക് മുകളിലിട്ട് പൊട്ടിച്ചു മരിച്ചവനാണ് ഖൊമേനി. കയ്യിലിരിപ്പ് നിസ്സാരമായിരുന്നില്ല. തുറന്ന സമൂഹത്തിൻ്റെ വക്താവായിരുന്നു കാൾ പോപ്പർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: അൺലിമിറ്റഡ് ടോളറൻസ് മസ്റ്റ് ലീഡ് ടു ഡിസപ്പിയറൻസ് ഓഫ് ടോളറൻസ്. അതിരുകളില്ലാത്ത സഹിഷ്ണുതയുടെ തന്നെ നാശത്തിന് കാരണമാകും. അങ്ങനെ നശിക്കാതിരിക്കാൻ ഇത്തരം അറ്റാക്കുകൾ വേണ്ടി വരും. തുറന്ന സമൂഹത്തെ നശിപ്പിക്കുന്ന കുറേ ഖൊമേനിമാർ ലോകത്തുണ്ട്. അവരിൽ പലർക്കും ആണവായുധം കൈവശമുണ്ട്. ആ പ്രാന്തന്മാരെ തൽക്കാലം ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരെ പോലാകാൻ ശ്രമിക്കുന്ന പ്രാന്തന്മാരെ മാത്രമേ ഒതുക്കാൻ പറ്റൂ. ഓപ്പൺ സൊസൈറ്റിയുടെ നിലനിൽപ്പിന് ഇത് അത്യന്താപേക്ഷിതമാണ്. വേറെ നിവൃത്തിയില്ല. സജീവൻ അന്തിക്കാട് പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, 2015 25 കൊല്ലം കൂടി മാത്രം ഇസ്രായേലിനെ ആയുസ് നിർമ്മിച്ച് ഡൂംസ്ഡേ ക്ലോക്ക് സ്ഥാപിച്ച്
പിന്നോട്ട് അത് എണ്ണിക്കൊണ്ടിരിക്കുന്ന സർക്കാർ. ആ കണക്കനുസരിച്ച് ഇനി ഇസ്രായേലിന് പരമാവധി ആയുസ് 14 വർഷം. ആ 14 വർഷവും കാത്തിരിക്കണം എന്നാണോ നമ്മൾ പറയുന്നത്? പ്രത്യേകിച്ച് ഇറാൻ അണുവായുധമുണ്ടാക്കി തുടങ്ങുമ്പോൾ ഒരിക്കലും ഇസ്രായേലിനെ അതുവരെ കാത്തിരിക്കാൻ കഴിയില്ല. 2, ഇസ്രായേൽ പതാക ഉണ്ടാക്കി ചവിട്ടിത്തേക്കുന്ന ജനത, അത്രയേറെ ഇസ്രായേൽ വിരുദ്ധ, ഇസ്രായേൽ പക ജനങ്ങൾക്കിടയിൽ, പൗരന്മാർക്കിടയിൽ വളർത്തുന്ന ഒരു രാജ്യത്തെ നേരിടാൻ ഇറങ്ങിയാൽ എങ്ങനെ കുറ്റം പറയാൻ കഴിയും? ഇത് മനസ്സിലാക്കാതെയാണ് ഇവിടെ ചിലർ മൂങ്ങുന്നത്. ഈ മൂങ്ങുന്നവർക്ക് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ മൂങ്ങുന്നവർ സൗദി അറേബ്യയോടും UAE-യോടും ഖത്തറിനോടും കുവൈറ്റിനോടുമൊക്കെയാണ് കൂറ് പ്രഖ്യാപിക്കേണ്ടത്, അല്ലാതെ ഇറാൻ എന്ന ഒരു ഭീകര രാഷ്ട്രത്തോടല്ല.